ഇപ്പോൾ അവിടെ എല്ലാ ആൾക്കാരും പറയുന്നത് വനം വകുപ്പിൻ്റെ ഒരു അലംഭാവം ഉണ്ടായി. കാര്യം ഈ ആനയെ കൃത്യമായി ഫോളോ ചെയ്ത് മുന്നറിയിപ്പ് കൊടുത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ അവിടുത്തെ അയൽവാസികളൊക്കെ പറയുന്നത് നമ്മൾ എന്താ കേട്ടിട്ടുള്ളത്? കാര്യം വേലൂർ മഗ്നയുടെ ഈ ആക്രമണത്തിന് ശേഷം അതൊരു മുന്നറിയിപ്പ് കൊടുത്തെങ്കിൽ ഡാഡിക്ക് സംഭവിക്കില്ല. ഡാഡി രക്ഷപ്പെട്ടെന്നാ പറയുന്നത് അല്ലേ? ഡാഡിയുടെ കൂടെ ജോലി ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഡാഡിന്റെ കൂടെ ഇവിടെ പണിയെടുക്കുന്നത് എന്ന് വെച്ചാൽ കാട് വെട്ടുന്നവര്, കാട് വെട്ടാൻ പോകുന്നവരുണ്ട്, പിന്നെ ട്രാക്ടറിന്റെ അവരൊക്കെ ഉണ്ട്. മോള് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. മോള് വളരെ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞു. അതായത് ഈ വനപാലകരുടെ കയ്യിൽ തോക്കൊന്നുമില്ലല്ലോ, ചെറിയ വടി മാത്രമേ ഉള്ളൂ. വലിയ കാട്ടാന, വേലൂർ മഗ്നയെ പോലെ അതിഭീകരനായ ഒരു കാട്ടാന നേരെ വരുന്ന സമയത്ത് ലാത്തി വീശി ഓടിക്കേണ്ട അവസ്ഥയാണ് വനപാലകർക്ക്. അപ്പൊ അവർക്ക് തോക്കൊന്നുമില്ല. മോള് തോക്ക കൊടുക്കണം എന്ന് പറഞ്ഞു. എന്താ മോള് പറഞ്ഞത്? പടക്കം കൊടുക്കണ്ട, അതിന് പകരം ഒരു തോക്കും ഒരു ടോർച്ചും ഒരാൾക്ക്. 6 പേർക്കും കൂടി ഒരു തോക്കും എല്ലാവർക്കും ടോർച്ചും. അപ്പൊ ഇപ്പൊ എന്താ നമ്മളെ അവര് ഈ ആനയെ കണ്ട ഉടനെ പടക്കം പൊട്ടിച്ച് ഓടിക്കാണോ ചെയ്യുന്നത്? അതെനിക്കറിയില്ല. ഇല്ല. ഈ വേലൂർ മഗ്നയൊക്കെ പടക്കം പൊട്ടിച്ച് ഓടിക്കാൻ പറ്റുമോ? സ്ട്രോങ് ആനയല്ലേ ഇത്? ആള് സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ടല്ലേ ഡാഡിനെ അങ്ങനെ ചെയ്തേ. ഡാഡിയെ ചവിട്ടിന് ശേഷം ഈ ആന പിന്നീട് എന്താ ചെയ്തത്? അങ്ങേക്കായിരിക്കുമല്ലോ അറിയാവുന്നത്. ആന പെട്ടെന്ന് മാറിപ്പോവാണോ ചെയ്തത്, അതോ ആന അവിടെ തന്നെ നിന്നോ? ആന ഫോറസ്റ്റുകാർ വന്ന് ഇറങ്ങി അജിയുടെ ബോഡി എടുക്കുന്നു. അപ്പോഴത്തേക്ക് ആനയ്ക്കൊന്നും നടക്കാൻ പറ്റില്ല സാറേ. നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത വീതിയില്ലാത്ത സ്ഥലത്തോടെ ആന കയറി. അല്ല, ആനയുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ബോഡി എടുത്തോ? ആനനെ ഓടിച്ചു വിട്ടു. ആന അവിടെ നിന്ന് മാറിയപ്പോ തന്നെ ബോഡി എടുത്തു. ആളെ എടുത്തു, അജീനെ എടുത്തു. അവിടെ നിന്ന് ആന കയറി പോയി. ആന കയറി വന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് കയറി പോകാൻ പറ്റുന്ന വഴിയൊന്നും ഇല്ല. അതേ കൂടെയാണ് ഈ ആന കയറി വരുന്നത്. അല്ല, അത് പിന്നെ മതിലങ്ങ് തകർത്തില്ലേ ആന? കയറി വരുന്ന വഴിക്ക് മതിലിനെ തട്ടി മതിൽ തകർത്ത് കയറി വരികയത്. ഒരു പക്ഷേ മതിൽ സ്ട്രോങ് ആയിരുന്നു, ആന കയറത്തില്ലായിരുന്നു അല്ലേ? അതാണ് ഭയങ്കര ആരോഗ്യമുള്ള ആന. ഫോറസ്റ്റുകാർ പറഞ്ഞ മോഴയാനയ്ക്ക് മൊത്തത്തിൽ ആരോഗ്യം കൂടുതലാന്ന് പറയുന്നത്. ക്രമകാരിയായ മോഴയാനയാണ് അതല്ലേ? ഈ ആന അവിടുന്ന് അങ്ങോട്ട് നടന്നിട്ട് മാറി നിന്നോ അതോ കുന്നിന്റെ അവിടെ പോയി നിന്നോ? പോയത്. അപ്പൊ മരിച്ചില്ലല്ലോ. അപ്പൊ ചൂടുണ്ടായിരുന്നു. അപ്പൊ ഈ ആളിനെ എടുക്കാൻ സമയം എടുത്തോ ശരിക്കും? ഇല്ല, അതായത് അപ്പൊ തന്നെ ആന മാറിപ്പോയി. ആനയെ പിടിച്ച് ആദ്യം ഒന്ന് എടുത്തെറിഞ്ഞു. അത് കഴിഞ്ഞ് ചവിട്ട് കഴിഞ്ഞിട്ട് ആന മാറിപ്പോയി. അവര് ഫോറസ്റ്റുകാരും നാട്ടുകാരും ധൈര്യമായിട്ട് പോയി എടുക്കാൻ പറ്റി. അജീനെ എടുത്തു. ഫോറസ്റ്റുകാരുടെ വണ്ടി തന്നെയാണ് അജീനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നേ. അവിടെ മരിച്ചിരുന്നു എന്നാണ്. ഓക്കെ. ഇപ്പൊ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ബാക്കി വെച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ അദ്ദേഹത്തിന് ജീവിതത്തിൽ ചെയ്യാൻ? കാരണം ചില ആൾക്കാരൊക്കെ ചില കണക്കൂട്ടലിലായിരിക്കുമല്ലോ ജീവിക്കുന്നത്. ചിലപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടാവും, ആ ലോൺ സെറ്റിൽ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ അദ്ദേഹത്തിന്റെ, അജീഷിന്റെ വീട്ടിൽ ഇനി ചെയ്തു തീർക്കാനുള്ളത്? അജീഷിന്റെ അമ്മയ്ക്ക് ഒരു വശം തളർന്ന ആളാ, പേഷ്യൻ്റാണ്. ഇത് വന്നിട്ട് അപ്പം അമ്മേനെ സഹായിക്കണം, അമ്മേനെ നോക്കണം. അമ്മേനെ എടുക്കണേ ഇപ്പൊ 2 പേരുടെ സഹായം വേണം. ഒറ്റയ്ക്ക് ആവൂല, ഒരാളെ കൊണ്ടാവൂല. അമ്മയുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് അമ്മയ്ക്ക് ആവൂല. അപ്പൊ ഇയാളുടെ സഹായം കൊണ്ട് വേണ്ടെങ്കിലും നടക്കുള്ളൂ. അമ്മേനെ നോക്കി ഇങ്ങനെ കൃഷിപ്പണിയെടുത്തും പിള്ളേരുടെ കാര്യങ്ങൾ നോക്കി നടക്കുമായിരുന്നു. നാട്ടുകാർക്കൊരു ഉപകാരിയായിരുന്നു. നാട്ടിലെ എന്ത് പ്രശ്നങ്ങൾക്കും മുമ്പിൽ നിൽക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. അമ്മ ഇത് അറിഞ്ഞോ മകൻ മരിച്ചുപോയി എന്നുള്ളത്? അറിഞ്ഞു. അമ്മേന്റെ പറയേണ്ട ഒരു അവസ്ഥയിലായിട്ടായിരുന്നു കാര്യങ്ങൾ. പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അങ്ങനെയായിരുന്നു. എല്ലാ സ്ഥലത്തും വളരെ ആക്റ്റീവ് ആയിരുന്നു അജീഷ് അല്ലേ? അല്ലായിരുന്നു. ഈ നാട്ടുകാരുടെ ഒരു വളരെ പ്രിയപ്പെട്ടവനായിരുന്നു തോന്നുന്നല്ലേ? ആ നാട്ടിലെ ഏതാണ്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അജീഷ്. നാട്ടുകാർക്കല്ല, വീട്ടുകാർക്കും സ്വന്തക്കാർക്കും അങ്ങനെ തന്നെയായിരുന്നു. ഡാഡിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നു. നമ്മളെ നാട്ടുകാർ വലിയ ഇഷ്ടമായിരുന്നോ? കുറെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. പൊതുവെ എങ്ങനെയാ ഡാഡി അവരോടൊക്കെ വലിയ കമ്പനി കൂടുവോ? എല്ലാവരോടും നല്ല കമ്പനി നടക്കും. നിങ്ങളോട് കൂടാൻ സമയം കിട്ടുവോ? അപ്പോ ഡാഡി 3 മാസമായിട്ട് കൈക്കാരന്റെ കൈക്കാരനായോണ്ട് ഡാഡി രാത്രിക്കാ വന്നുകൊണ്ടിരുന്നത്. രാത്രിയിലോ? ഒരുപാട് വൈകിട്ടോ? ഫെബ്രുവരി മാസം തുടങ്ങിയപ്പോ നല്ല രാത്രിക്കാ വന്നുകൊണ്ടിരുന്നത്. 7-8 തീയതിയൊക്കെ രാവിലെ എത്തിയത്. വെളുപ്പിന് 7 മണിയൊക്കെ കഴിഞ്ഞിട്ട് എത്തിയത്. ഡാഡി വീട്ടിൽ വരുന്നവരെ നിങ്ങളൊക്കെ ഉറങ്ങാതെ കാത്തിരിക്കുവോ? ഇല്ല, ഞങ്ങളോട് പറഞ്ഞു കിടന്നുറങ്ങിക്കോണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഡാഡിക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല. ഡാഡി ചില ദിവസം നേരത്തെ വരും, ചിലപ്പോ പറയുവാണെങ്കിൽ ഞങ്ങളോട് വരും. അല്ലെ ഈ ഡാഡി സാറിന് എങ്ങനെ എത്ര വൈകി വന്നാലും രാവിലെ നിങ്ങളെയൊക്കെ വിളിച്ചോണത്തുവോ? അത് ഡാഡിയാണോ വിളിച്ചോണത്തുക? ഡാഡി വിളിക്കും. അത് ഈ അജീഷിന്റെ മരണത്തിന് ശേഷം അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാ? ജനങ്ങൾക്ക് ഇപ്പൊ ഇവരുടെ വീട്ടില് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു. അയൽപ്പക്കത്തുള്ള ആളുകളൊക്കെ എങ്ങനെയാ? ജനങ്ങളെല്ലാവരും പേടിയോടുകൂടിയാണ് അവിടെ ജീവിക്കുന്നത് ഇപ്പോഴും. ഈ ആനനെ മയക്കോടി വെച്ച് പിടിക്കാം എന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഓർഡർ ഉണ്ടായിട്ടും അതിനെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ മയക്കുവെടി വെക്കാനുള്ള ഒരു തുറസായ സ്ഥലത്തേക്കൊന്നും ആനയെ കിട്ടിയിട്ടില്ലല്ലോ. അവര് കിട്ടുന്നില്ല. ആനക്ക് ഭയങ്കര സ്പീഡാണ്. ആനയെ കിട്ടുന്നില്ല. ആന കൈ സ്പീഡില്ല. നമ്മളെ ദൃശ്യങ്ങളിൽ കണ്ടാണല്ലോ ആന കൈ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അതിപ്പോൾ കർണാടകയിൽ കയറിയായിരുന്നു. കർണാടകയിൽ നിന്ന് തിരിച്ച് നമ്മുടെ പുൽപ്പള്ളി മരക്കട് ഭാഗത്ത് മിനിങ്ങാന്ന് വന്ന് ഇറങ്ങിയ സിഗ്നൽ കിട്ടിയെന്ന് ന്യൂസിൽ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഈ അജീഷിന്റെ വീടും തമ്മിൽ ഒരു 20 ഒരു എയർ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ 4-5 കിലോമീറ്റർ പരിധിയിൽ ഇപ്പോഴും ആനയുണ്ട്. അവിടെ തന്നെ ഉണ്ട് എയർ സർക്യൂട്ടിൽ കൂടെ നോക്കുവാണെങ്കിൽ അതിൽ കൂടെ ഒന്നും ആന മാറിയിട്ടില്ല. ഈ ആന ഏത് നിമിഷവും വരാം, ആൾക്കാർക്ക് പേടിയാണ് അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ആളുകൾ ഉറങ്ങാതിരിക്കുന്നുണ്ടോ അവിടെ? ആനകളിപ്പോ ഒച്ച കേട്ടാലും പുറത്തേക്ക് ഇറങ്ങില്ല. സ്വന്തം കൃഷി പോയാലും പോട്ടെ എന്നുള്ള രീതി കൂടെയാണ് അപ്പോൾ ജീവിച്ചു പോകുന്നത്. പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാ. കടുവ പുൽപ്പള്ളി ആ സംഭവം ഉണ്ടാകുമ്പോൾ ഒരു ആ പോസ്റ്റ് വണ്ടിയിൽ ഒരു കടുവനെ കൊണ്ട് വെച്ച് കെട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും കടുവ പിടിച്ചു. ഇത് കടുവയായിട്ടും ആനയായിട്ടും പുൽപ്പള്ളി ഈ പാക്കം സൈഡിലുള്ളവർക്ക് ഇപ്പൊ പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയാ. ഈ ആന തൊട്ട് പിറകിലുണ്ടെന്ന് മനസ്സിലായിട്ടും ഒരല്പം സ്ലോ ചെയ്തായിരുന്നു അജീഷ്. അജീഷ് മതിലിൽ ചാടി കിടക്കുന്ന കുട്ടികളെ പിള്ളേരോട് വേഗം മാറാൻ പറയുന്നതായിട്ട് നമ്മളത് വിഷ്വലിൽ കാണുന്നുണ്ട്. അപ്പം പിള്ളേരെ ഗേറ്റ് തുറക്കാൻ വേണ്ടി വന്നായിരുന്നു. ഓടി വരുന്ന കണ്ടുകൊണ്ട് ഗേറ്റ് തുറക്കാൻ വന്ന പിള്ളേരാണത്. ആ ഗേറ്റ് തുറക്കാൻ വേണ്ടി അതൊക്കെ തുറക്കാൻ സാധിച്ചില്ല. അത് അല്ല, ആരോടി വരുന്ന കണ്ടുകൊണ്ട് ഈ അജിയും ഈ ആന ഓടി വരുന്ന കണ്ടുകൊണ്ട് പിള്ളേര് വീട്ടിയിരുന്ന് കണ്ടപ്പോൾ ആ ഗേറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടി വന്ന പിള്ളേർക്ക് അത് പൂട്ട് തുറക്കാൻ സാധിച്ചില്ല. അതിനുമ്പോ ആന അടുത്തെത്തിപ്പോയി. അപ്പൊ പിള്ളേരോട് കൂടി രക്ഷപ്പെട്ട് വീട്ടിൽ കയറിക്കോ എന്ന് പറഞ്ഞാണ് പുള്ളി മതിലെടുത്ത് ചാടുന്നത്. അപ്പോഴാണ് ഈ ഉടുത്തിരുന്ന കൈലിയായിരുന്നു അല്ലേ? കാവ്യമുണ്ടായിരുന്നു. അത് കുരുങ്ങി മുട്ടത് വീഴുന്നു. എഴുന്നേക്കാൻ പറ്റിയില്ല. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആന അടുത്തെത്തി. എന്തായാലും നമ്മളൊരു മനുഷ്യരല്ലേ, പേടി തോന്നൂലേ? മാത്രല്ല എനിക്കൊന്ന് വലിയ ഹൈറ്റിലേക്ക് ഈ ആന ചാടിക്കയറുന്ന ആരും പ്രതീക്ഷിക്കത്തുമില്ല. ദൃശ്യങ്ങളെ കണ്ട നമ്മൾ അങ്ങനെ ഒരു ആന കയറുന്ന ഒരു പതിവില്ല സാറേ. ഇതൊരു ആക്രമണകാരിയായ ആന ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. മനസ്സിലായി. ഈ മോഴയാനയുടെ ഒരു സ്വഭാവം എങ്ങനെയാ? അത് ഒരു പ്രതികാരം ചെയ്യുന്ന ആനയാണോ എന്ന് പറയപ്പെടുന്നു, അതോ അക്രമം ചെയ്യുന്നുള്ളത്? ആനയ്ക്ക് എങ്ങനെ പ്രതികാര ബുദ്ധി ഉണ്ടോ? വയനാട്ടിലൊക്കെ ആൾക്കാർ എന്താ പറയാ? അങ്ങനെ എനിക്ക് അറിയത്തില്ല അതിനെ പറ്റി. കാര്യം ആളെയും സ്ഥലവും ഒക്കെ നോക്കി വെച്ച് പിറ്റേന്ന് പ്രതികാരം ചെയ്യാനൊന്നും ആനയ്ക്ക് അത്രയ്ക്ക് ബുദ്ധി. പക്ഷേ കൊമ്പനാനേക്കാളും ആരോഗ്യമാണ് ഈ മോഴയാനകൾക്കെന്ന് ഇവര് മൊത്തത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, ഈ വനപാലകരൊക്കെ എന്താ പറയുന്നത്? ഈ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണോ? കാരണം വനപാലകർ അതിനുശേഷം ഒരു അറിയിപ്പുകളും ആർക്കും കൊടുക്കുന്നില്ല. അതിനുശേഷമാണ് 7-ാം ദിവസം തന്നെ ഈ പോളിയാട്ടിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. പോളിയാട്ടിന്റെ ആക്രമണത്തിൽ പുൽപ്പള്ളിയിൽ കണ്ട ഭയങ്കര പ്രശ്നവും സംഘർഷവും ഒക്കെ ഉണ്ടായിരുന്നു. അതെ, അതിനിപ്പോ അവരെ ആക്രമിച്ച് അവരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതിന്റെ പേരിൽ ഇപ്പൊ പല പേര് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുൽപ്പള്ളിയിൽ നിന്ന്. അവര് ശരിയായ കൃത്യം നിർവഹിച്ചായിരുന്നെങ്കിൽ ഈ കൃത്യനിർവഹണത്തിന്റെ ആവശ്യം വരില്ലായിരുന്നു. ഈ പോളിന്റെ ഭാര്യ വീട് ഈ ചാലികത്തിലാണോ? അല്ല, പാക്കത്താണ്. അതാണ്ട് ഈ വീട് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല സാറേ. വളരെ അടുത്ത നമ്മള് റോട്ടിൽ കൂടെ വരുവാണെങ്കിൽ 5-6 കിലോമീറ്റർ വ്യത്യാസം വരും. ഈ എയർ സർക്യൂട്ടിൽ കൂടെ നോക്കിയ 1 കിലോമീറ്റർ താഴെയുള്ള ഈ 2 വീടുകൾ തമ്മിൽ. അത്രേ ഉള്ളൂ അല്ലേ? ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ പേരിലാണ് ഇപ്പൊ കേസുകൾ പുൽപ്പള്ളിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് ആക്രമിച്ചു. അതേസമയം ഇവര് ആവശ്യമുള്ള മുന്നറിയിപ്പൊന്നും തരുന്നില്ലല്ലേ? ഇവരിപ്പം ജനങ്ങളെ ഒരു ഭീതിയിലാഴ്ത്തിക്കൊണ്ട് അവിടെ ആനയുണ്ട്, ഇവിടെ ആനയുണ്ട്, കടുവയുണ്ട് എന്ന് പറഞ്ഞ് നടക്കുമല്ലാണ്ട് ഇവർക്ക് ശരിക്കും ഒരു ആയുധങ്ങൾ പോലുമില്ല. ഈ ഫോറസ്റ്റുകാരുടെ കയ്യില് ഒരു 5-6 പേര് വരുന്ന ഒരു വണ്ടിക്കകത്ത് ഒരു ടോർച്ച്, ഒരു 2 ഇല്ലിവടി, ഇതുകൊണ്ടൊക്കെയാണ് വടി കൊണ്ട് നടക്കുന്നുണ്ടോ? വല്ല പ്രയോജനമുണ്ടോ? അറിയത്തില്ല സാർ, അവരുടെ ഡിപ്പാർട്ട്മെന്റിന് അറിയാം, നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റാണല്ലോ കൊടുത്തു വിടുന്നത്. ഈ മന്ത്രിമാര് വന്ന ദിവസം അങ്ങ് വീട്ടിലുണ്ടായിരുന്നു? അന്ന് ഞാൻ ഇല്ലായിരുന്നു. അല്ലെ, മന്ത്രിമാര് നല്ല വാഗ്ദാനം കൊടുത്തു. വീട്ടിലുണ്ടായിരുന്നു അന്ന്? ഞാൻ വീട്ടിലില്ലായിരുന്നു അല്ലേ? ഒരു വല്ല വാഗ്ദാനം കൊടുത്തിട്ടാണോ പോയത്? അവരല്ല, പഴയ ഇത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പുതിയ വാഗ്ദാനങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല. ഇല്ല.